വെൽക്കം ടു ദ വീഡിയോ. ഈ വീഡിയോയിൽ നോമിനലൈസേഷൻ എന്നുള്ളതാണ് ടോപ്പിക്. എന്താണ് നോമിനലൈസേഷൻ? The term nominalization refers to the process of producing a noun from another part of speech. അപ്പോൾ 8 പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ട് നിങ്ങൾക്ക് അറിയാം. ഏതൊക്കെയാണത്? നൗൺ, പ്രൊനൗൺ, വെർബ്, അഡ്വെർബ്, അഡ്ജക്റ്റീവ്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ ആൻഡ് ഇന്റർജെക്ഷൻ. ഇങ്ങനെ 8 പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ട്. അതിലത്തെ വെർബിനെയും അഡ്വർബിനെയും അഡ്ജക്റ്റീവിനെയും നമുക്ക് നൗൺ ആക്കി മാറ്റാൻ പറ്റും. ആ ഒരു പ്രോസസ്സിനാണ് നോമിനലൈസേഷൻ എന്ന് പറയുന്നത്. നൗൺ ആക്കി മാറ്റുക. ഏതിനൊക്കെയാണ്? വെർബിനെ നൗൺ ആക്കാം, അഡ്ജക്റ്റീവിനെ നൗൺ ആക്കാം, അഡ്വർബിനെയും നൗൺ ആക്കാം. We decided to add him in our team. ഈ സെന്റൻസ് ഒന്ന് നോക്കുക. അവനെ ഞങ്ങളുടെ ടീമിലേക്ക് ആഡ് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് പറയുന്ന ഈ സെന്റൻസ് ഡിസൈഡഡ് എന്ന് പറയുന്നത് ഒരു വെർബാണ്. അത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ടാണ് ഡിസൈഡഡ്. അല്ലെങ്കിൽ അത് പ്രസന്റ് ടെൻസ് ആണെങ്കിൽ എന്താ സെന്റൻസ് വരിക? വി ഡിസൈഡ് ടു ആഡ് ഹിം ഇൻ അവർ ടീം. അപ്പൊ ആ വെർബിനെ, അതായത് ഡിസൈഡ് എന്നുള്ള ആ വെർബിനെ നമുക്ക് നോമിനലൈസ് ചെയ്യാം. എന്താ നോമിനലൈസ് ചെയ്യാന്ന് വെച്ചാൽ നൗൺ ആക്കി മാറ്റാം. എന്താണ് ഡിസൈഡിന്റെ നൗണ്? ഡിസിഷൻ, തീരുമാനം. തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ അത് വെർബ്, തീരുമാനം എന്ന് പറഞ്ഞാൽ അത് നൗണ്. അപ്പൊ അങ്ങനെ ഒരു നൗൺ ആക്കിക്കൊണ്ട് ആ സെന്റൻസിനെ അർത്ഥം മാറ്റാതെ മാറ്റണമെങ്കിൽ എങ്ങനെയായി മാറി? വി മെയ്ഡ് എ ഡിസിഷൻ എന്നായി. ഞങ്ങൾ ഒരു തീരുമാനം എടുത്തു. വി മെയ്ഡ് എ ഡിസിഷൻ ടു ആഡ് ഹിം ഇൻ അവർ ടീം. ഇതാണ് അതിന്റെ നോമിനലൈസ് ചെയ്തുകൊണ്ട് ആ വെർബിനെ നോമിനലൈസ് ചെയ്തു, എന്നിട്ട് ആ സെന്റൻസിനെയും മാറ്റി. പക്ഷെ അങ്ങനെ ഒരു വെർബിനെയാണ് നമ്മൾ നോമിനലൈസ് ചെയ്യുന്നതെങ്കിൽ ആ സെന്റൻസിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ആ ടെൻസ് കാണിക്കുന്ന വെർബ്, ഫൈനൈറ്റ് വെർബ് ഉണ്ടോ എന്ന് നോക്കണം. ഇവിടെ ഏതാ ഫൈനൈറ്റ് വെർബ്? രണ്ടാമത്തെ സെന്റൻസിൽ മെയ്ഡ്. അത് എന്തുകൊണ്ടാണ് പാസ്റ്റ് ടെൻസിലായത്? ഫസ്റ്റ് സെന്റൻസ് പാസ്റ്റ് ടെൻസിലായതുകൊണ്ടാണ്. ഡിസൈഡഡ് എന്നുള്ളത് ആ ഡിസൈഡിനെയാണ് നമ്മൾ നൗൺ ആക്കിയത്, ഡിസിഷൻ. അപ്പൊ ആ ഡിസിഷൻ വെച്ചുകൊണ്ട് ഈ സെന്റൻസിനെ നമുക്ക് മാറ്റി എഴുതുമ്പോൾ അവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വെർബ് വന്നു, മെയ്ഡ്. ഞങ്ങൾ ഒരു തീരുമാനം എടുത്തു എന്നുള്ളതായി മാറിയത്. അങ്ങനെ അഡ്ജക്റ്റീവിനെയും അഡ്വർബിനെയും വെർബിനെയും നൗൺ ആക്കി മാറ്റുന്ന ആ ഒരു പ്രക്രിയയ്ക്ക് പറയുന്നതാണ് നോമിനലൈസേഷൻ. നോമിനലൈസേഷൻ ക്യാൻ ബി ഡൺ ഇൻ 3 ഡിഫറെന്റ് വേസ്. അപ്പൊ നൗൺ ആക്കി മാറ്റുന്നത് നമുക്ക് 3 തരത്തിൽ ചെയ്യാൻ പറ്റും. ആഡ് സഫിക്സസ്. എന്താ സഫിക്സ് എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, സഫിക്സ് പ്രിഫിക്സ് ഒക്കെ. അപ്പൊ സഫിക്സ് എന്ന് വെച്ചാൽ ഒരു റൂട്ട് വേർഡിന്റെ എൻഡില് സിലബിൾ ചേർക്കുക എന്നുള്ളതാണ്. ഏതൊക്കെയാണ്? MENT എന്ന് വരാം, മാനേജ്, മാനേജ്മെന്റ്. TION എന്നുള്ള സിലബിൾ ആവാം, NESS, കൈൻഡ്, കൈൻഡ്നെസ്, ITY. അങ്ങനെയുള്ള സിലബിൾ എൻഡില്, റൂട്ട് വേർഡിന്റെ എൻഡിൽ ചേർക്കുന്നതാണ് സഫിക്സ്. ടു വെർബ്സ് ആൻഡ് അഡ്ജക്റ്റീവ്സ്. അഡ്ജക്റ്റീവിന്റെ കൂടെയും അതുപോലെ തന്നെ വെർബിന്റെ കൂടെയൊക്കെ ഇങ്ങനെ സഫിക്സ് ചേർത്തുകൊണ്ട് അതിനെ നൗൺ ആക്കാം. അറൈവ്, അറൈവൽ. പണിഷ്, പണിഷ്മെന്റ്, ശിക്ഷിക്കുക, ശിക്ഷ. ഫെയിൽ, തോൽക്കുക, തോൽവി, ഫെയിലിയർ, ഫെയിൽ, ഫെയിലിയർ. ഫെയിലിയർ എന്നുള്ളതാണ് നൗണ്. പണിഷ്മെന്റ്, ശിക്ഷ എന്ന് വെച്ചാൽ നൗണ്. നോമിനേറ്റ്, നോമിനേഷൻ. ഇങ്ങനെ സിലബിൾസ് ആഡ് ചെയ്തുകൊണ്ട് അഡ്ജക്റ്റീവിനെയോ വെർബിനെയോ നമുക്ക് നൗൺ ആക്കി മാറ്റാം. ഇനി രണ്ടാമത്തത് എന്താണ്? സം വേർഡ്സ് ആർ ടേൺഡ് ഇൻടു നൗൺസ് വിത്തൗട്ട് എനി ആഡിങ് സഫിക്സ്. എന്നാൽ ചില വേർഡുകൾ നമുക്ക് സഫിക്സ് ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ എന്താ സംഭവിക്കുന്നത് നോക്കുക. പ്രൂവ്, തെളിയിക്കുക, പ്രൂഫ്, തെളിവ്. ഇതിലേതാണ് നൗണ്? പ്രൂഫ്. പ്രൂവ് ചെയ്യുക എന്ന് പറയുന്നത് വെർബ്, പ്രൂഫ് എന്ന് പറയുന്നത് നൗണ്. സെൽ, വിൽക്കുക, അത് വെർബ്. സെയിൽ, വിൽപ്പന എന്ന് പറയുന്നത് നൗണ്. ഇവിടെയൊക്കെ എങ്ങനെയാ അത് നൗണായി മാറിയിരിക്കുന്നത്? സ്പെല്ലിംഗിൽ ഉണ്ടാകുന്ന വ്യത്യാസം. സ്പീക്ക്, സ്പീച്ച്. ഇവിടെ സഫിക്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല, പക്ഷെ സ്പെല്ലിംഗിൽ വ്യത്യാസം ഉണ്ടാവുന്നു നൗൺ ആവുമ്പോൾ. അപ്പൊ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. Some words don't undergo any change when they used as nouns. എന്നാൽ ചില വേർഡുകൾ
യാതൊരു മാറ്റവും ഉണ്ടാവില്ല, സ്പെല്ലിങ്ങിലും മാറ്റം ഉണ്ടാവില്ല, സഫിക്സും ചേർക്കേണ്ട ആവശ്യമില്ല. ചേഞ്ച്, അതിൻ്റെ നൗണും ചേഞ്ച്. ഡിസയർ, അതിൻ്റെ നൗൺ എന്ത് തന്നെയാണ്? ഡിസയർ. ആഗ്രഹിക്കുക എന്നായാലും ആഗ്രഹം എന്നായാലും എല്ലാം ഡിസയർ തന്നെ. കൺട്രോൾ, അതിൻ്റെ നൗണ് കൺട്രോൾ. എസ്കേപ്പ്, അതേപോലെ തന്നെ നൗണ് എസ്കേപ്പ്. അവിടെ ഒരു മാറ്റവുമില്ല, യാതൊരു മാറ്റവുമില്ല, സ്പെല്ലിങ്ങിലും ഒന്നിലൊരു മാറ്റമില്ല. പക്ഷെ നമ്മൾ അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കി ഒരു സെന്റൻസിൽ ഇത് നൗണാണോ ഇത് വെർബാണോ എന്നൊക്കെ മനസ്സിലാക്കണം. എക്സാമ്പിൾസ്: എൻറ്റർ, എൻട്രൻസ്, പ്രവേശിക്കുക എന്നുള്ളത് എന്താണ്? അതിൻ്റെ നൗണ് പ്രവേശനം, എൻട്രൻസ്. അക്സെപ്റ്റ്, സ്വീകരിക്കുക എന്നുള്ളതിൻ്റെ നൗൺ എന്താ? അക്സെപ്റ്റൻസ്, സ്വീകാര്യത. വെക്കേറ്റ്, വേക്കൻസി. നോ, അറിയുക, നോളേജ് എന്ന് പറഞ്ഞാൽ അറിവ്. ഡേഞ്ചറസ്, അപകടകരമായ. ഡേഞ്ചർ എന്ന് പറയുന്നത് നൗണ്, അപകടം. ഡെവലപ്പ്, ഡെവലപ്മെന്റ്, അത് MENT എന്നുള്ള സഫിക്സ് ചേർത്തുകൊണ്ടാണ് ഡെവലപ്പിന്റെ നൗണ്, ഡെവലപ്മെന്റ്. അക്സെപ്റ്റിൻ്റെതാണെങ്കിലോ ANC, അതും സഫിക്സ് ചേർത്തുകൊണ്ടാണ്. എൻട്രൻസും സഫിക്സ് ചേർത്തുകൊണ്ടാണ്. അങ്ങനെ കുറേ എക്സാമ്പിൾസ് മനസ്സിലാക്കി വെക്കുക. കംപ്ലീറ്റ് യൂസിങ് നൗൺ ഫോം ഓഫ് ദ വേർഡ്സ്. അപ്പോൾ ബ്രാക്കറ്റ് തന്നിരിക്കുന്ന വേർഡിന്റെ നൗൺ ഫോം കണ്ടെത്തിക്കൊണ്ട് ഫിൽ ചെയ്യുക. ഈ സെന്റൻസിലത്തെ fill in the blanks with noun form of the word. The boy had to give a proper dash for being late. Late ആയതിന് ആ ആൺകുട്ടിക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു എന്താണ് നൽകേണ്ടി വന്നത്? അത് എക്സ്പ്ലെയിൻ എന്നുള്ളത് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. എക്സ്പ്ലെയിൻ എന്ന് പറയുന്നത് വെർബാണ്. എക്സ്പ്ലെയിൻ ചെയ്തു എന്നൊക്കെ പറയുന്നത്, എക്സ്പ്ലെയിൻ എന്ന് പറയുന്നത് വെർബാണ്. അപ്പൊ അതിന്റെ നൗൺ എന്താ വരിക? എക്സ്പ്ലനേഷൻ. The boy had to give a proper explanation. വൈകിയതിന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആ കുട്ടിക്ക് നൽകേണ്ടി വന്നു. എക്സ്പ്ലനേഷൻ എന്നുള്ളതാണ് നൗൺ. The monuments are to be preserved because of their historical എന്താണ് ഡാഷ് സിഗ്നിഫിക്കന്റ് എന്നുള്ളതാണ് വേർഡ്. അപ്പൊ ഇതൊരു അഡ്ജക്റ്റീവ് ആണ്. ആ അഡ്ജക്റ്റീവിന്റെ നൗൺ എന്താണ്? സിഗ്നിഫിക്കൻസ്, പ്രാധാന്യം. മോണുമെന്റ്സ് എല്ലാം നമുക്ക് സംരക്ഷിക്കണം. ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ് എല്ലാം സംരക്ഷിക്കപ്പെടണം. എന്തുകൊണ്ടാണ്? അതിന്റെ സിഗ്നിഫിക്കൻസ് കണക്കിലെടുത്തുകൊണ്ട്. ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ്, അതിന്റെ ചരിത്രപരമായ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് മോണുമെന്റ്സിനെ എല്ലാം നമ്മൾ പ്രിസർവ് ചെയ്യണം. The computer is a dash that has completely changed our way of life. കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ ജീവിതത്തിനെ മാറ്റിമറിച്ച ഒരു എന്താണെന്നാ ചോദിക്കുന്നത്. ഇൻവെന്റ് എന്നുള്ളത് ഒരു വെർബാണ്. അതിന്റെ നൗൺ എന്താണ്? ഇൻവെന്റ്, കണ്ടുപിടിക്കുക, കണ്ടുപിടുത്തം. അതാണ് അതിന്റെ നൗൺ. ഇൻവെൻഷൻ, കമ്പ്യൂട്ടർ ഈസ് ആൻ ഇൻവെൻഷൻ, അതൊരു കണ്ടുപിടുത്തമാണ്. കമ്പ്യൂട്ടർ എങ്ങനത്തെ കണ്ടുപിടുത്തമാണ്? നമ്മുടെ ജീവിതത്തിനെ മാറ്റിമറിച്ച ഒരു കണ്ടുപിടുത്തമായിരുന്നു കമ്പ്യൂട്ടറിൻ്റെത്. നോമിനലൈസ് ദ അണ്ടർലൈൻഡ് വേർഡ്. അപ്പൊ അണ്ടർലൈൻ ചെയ്ത വേർഡിനെ നൗൺ ആക്കി മാറ്റണം. അങ്ങനെ ആ സെന്റൻസിനെ മാറ്റി എഴുതണം. ഇന്ത്യ became an independent country in the year 1947. 1947 എന്ന വർഷത്തിൽ ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായി തീർന്നു എന്ന് പറയുന്ന ഈ സെന്റൻസിൽ ഇൻഡിപെൻഡന്റ് എന്നുള്ളത് അണ്ടർലൈൻഡ് വേർഡ്. അതൊരു അഡ്ജക്റ്റീവ് ആണ്. കാരണം അത് വിശേഷിപ്പിക്കുന്ന നൗൺ ഏതാണ്? കൺട്രി, സ്വതന്ത്രമായ രാജ്യം. അപ്പൊ അതൊരു അഡ്ജക്റ്റീവ് ആണ്. ആ അഡ്ജക്റ്റീവിനെ നൗൺ ആക്കണം. എന്താണത്? ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം. ഇന്ത്യ ഗോട്ട് ഇൻഡിപെൻഡൻസ് ഇൻ ദ ഇയർ 1947. ഇന്ത്യക്ക് 1947 സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയുന്ന സെന്റൻസ് ആയി അത്. ഗോട്ട് ഇൻഡിപെൻഡൻസ് എന്നുള്ളതാണ് ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവിന്റെ നൗൺ. അത് അഡ്ജക്റ്റീവ് ആണെന്ന് പറഞ്ഞു. ആ ഫസ്റ്റ് സെന്റൻസിലത്തെ ഫൈനൈറ്റ് വെർബ് ഏതാണ്? ബിക്കേം. എല്ലാ സെന്റൻസുകളിലും ഫൈനൈറ്റ് വെർബ് കണ്ടെത്തുക. അപ്പൊ നിങ്ങൾക്ക് അത് അഡ്ജക്റ്റീവ് ആണോ അഡ്വർബ് ആണോ അണ്ടർലൈൻഡ് വേർഡ് എന്ന് മനസ്സിലാക്കാൻ ഈസി ആവും. നീന ലീഡ്സ് എ ഹാപ്പി ലൈഫ്. നീന എങ്ങനത്തെ ജീവിതം നയിക്കുന്നു? ഹാപ്പി ലൈഫ്. ഇവിടെയും ഒരു ഫൈനൈറ്റ് വെർബ് ഉണ്ട്, അത് ലീഡ്സ് ആണ്. അത് പ്രസന്റ് ടെൻസിനെ കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ ഹാപ്പി ലൈഫ് എന്ന് പറയുന്ന ഹാപ്പി എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ്. അത് ലൈഫിനെ വിശേഷിപ്പിക്കുന്നു.
അപ്പോൾ ഈ ഹാപ്പി എന്ന് പറയുന്ന അഡ്ജക്റ്റീവിനെ നൗൺ ആക്കുമ്പോൾ ഹാപ്പിനെസ്. നീന ലീഡ്സ് എ ലൈഫ് ഓഫ് ഹാപ്പിനെസ് എന്നുള്ളതാണ് അതിൻ്റെ മാറ്റം. അപ്പോൾ ഇങ്ങനെ നൗൺ ആക്കി മാറ്റണം. നോമിനലൈസേഷൻ എന്ന് വെച്ചാൽ നൗൺ ആക്കി മാറ്റുക. എന്തിനൊക്കെയാണ് നൗൺ ആക്കി മാറ്റാൻ പറ്റുക? വെർബിനെ മാറ്റാം, അഡ്ജക്റ്റീവിനെ മാറ്റാം, അഡ്വെർബിനെയും മാറ്റാം. ചില വേർഡുകൾക്ക്, ചില വെർബുകൾക്കൊക്കെ ഒന്നിൽ കൂടുതൽ നൗണും ഉണ്ടാവും. ഇപ്പോൾ ഇൻവെന്റ് എന്ന് പറഞ്ഞു, അതൊരു വെർബാണ്. അതിൻ്റെ നൗൺ എന്തായിരുന്നു? ഇൻവെൻഷൻ. അങ്ങനെ ഇൻഡിപെൻഡന്റ് എന്നുള്ളത് അഡ്ജക്റ്റീവാണ്. അതിൻ്റെ നൗൺ എന്താണ്? ഇൻഡിപെൻഡൻസ്. ഹാപ്പി എന്ന് പറയുന്ന അഡ്ജക്റ്റീവാണ്, ഹാപ്പിനെസ്. അങ്ങനെ കുറേ വെർബ്, അഡ്ജക്റ്റീവ്, അഡ്വർബ് തുടങ്ങിയവയെ നൗൺ ആക്കി മാറ്റി മനസ്സിലാക്കണം. കുറേ എണ്ണത്തിൻ്റെ മനസ്സിലാക്കിയാലേ നമുക്കത് ഫോം ചെയ്യാൻ ഈസി ആയിട്ട് പറ്റുള്ളൂ. നെക്സ്റ്റ് വീഡിയോ സെൻറ്റൻസ് പാറ്റേൺസ് ആണ്. അത് വളരെ നന്നായി നിങ്ങൾ മനസ്സിലാക്കണം. എഴുതാനും സംസാരിക്കാനും എല്ലാം തന്നെ, റിട്ടൺ ഓർ സ്പോക്കൺ, വാട്ട് എവർ ഇറ്റ് ഈസ്. സെൻറ്റൻസ് പാറ്റേൺസ് വളരെ നന്നായി മനസ്സിലാക്കണം, ഏത് ലാംഗ്വേജ് ആണെങ്കിലും.